ഹലോ മൈസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന ഗൈസ് വേറെ ഒന്നുമായിട്ടല്ല, ഗൈസ് ഒരു ഓഫ് റോഡ് ട്രിപ്പ് പോകാനാണ് വന്നേക്കുന്നത് ഗൈസ്. നമ്മൾ രണ്ട് പേരാണുള്ളത് ഗൈസ്, സോൾ ബ്രോ ഉണ്ട്. പിന്നെ അപ്പോൾ ഗൈസ് നിങ്ങൾ വിചാരിക്കേണ്ടത് സോൾ ബ്രോ ആരാന്ന്. സോൾ ബ്രോ ഗൈസ് നമ്മളെ കേരളാതി ബ്രോ ആണ്. അപ്പോൾ ഗൈസ് ബ്രോ വിളിച്ചപ്പോൾ തന്നെ അങ്ങ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ വന്നേക്കുന്ന ഗൈസ് ഡെസേർട്ടിലെ കിങ് ആയ LCU ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഗൈസ് പെട്രോളും കാലം കടിക്കരുത്, കാരണം ഗൈസ് അമ്മാതിരി പോക്കായിരിക്കും നമ്മൾ ഇനി പോകാൻ പോണത്. വലിയ ഓഫ് റോഡ് ട്രിപ്പൊന്നുമല്ല ഈ ചെറുതാണ്, കാരണം ഈ നമുക്ക് രണ്ടാൾ ഉള്ളപ്പോൾ ഒറ്റ മൈൻഡിൽ പോയ ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് തോന്നി ഓഫ് റോഡ് അടിക്കാൻ. അപ്പോൾ തന്നെ ഈ വണ്ടി ഇവിടെ കണക്കുന്നത് ഓർമ്മ വന്ന്. പിന്നെ ഡെസേർട്ടിലെ കിങ് ആണ്, എന്നാലും ഈ വണ്ടി ഓഫ് റോഡിങ്ങിൻ്റെ കിങ് ആണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല LCനൊന്നും പറ്റിയിട്ട്. എന്താ ബ്രോ ബ്രോക്ക് അറിയത്തില്ല എന്തിനാണ് ഓഫ് റോഡ് വണ്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. ബ്രോക്ക് ഒന്നും അറിയില്ല, പറയാൻ പോണേ. ബ്രോൻ്റെ റിയാക്ഷൻ നോക്കാം കേട്ടപ്പോൾ. ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ വിളിച്ചാലേ വരുള്ളൂ. ഓഫ് റോഡ് പോകാമെന്നും പറഞ്ഞു ബ്രോയും പെട്രോൾ അടിച്ചിറങ്ങുന്നുണ്ട്. 100 റുപ്യയോ ഇഷ്ടം പറഞ്ഞാൽ കുറവാണ്. 100 റുപ്യൊക്കെ അല്ല കൂടുതലാണ്. കാരണം ഞാൻ പറയട്ടെ, ഈ വണ്ടിക്ക് ഓൾറെഡി പെട്രോൾ ഉണ്ടായിരുന്നു. ഞാൻ അടിച്ചപ്പോൾ 100 റുപ്യ. ഇത് ഇവിടുത്തെ തമാശ ഗൈസ്. ബ്രോക്ക് വലിയ റിയാക്ഷനൊന്നും ഇല്ലേ? ബ്രോയുടെ വണ്ടി കൊള്ളാം ഗൈസ്, ഫോർഡിൻ്റെ റാപ്റ്ററാണ്. ഇതാരാത്? ഓ ഗൈസ് വേറെയും ഒരു ബ്രോ വന്നിട്ടുണ്ട്, DMZ സ്കാരി എന്ന് പറഞ്ഞ. ഓ ആ ബ്രോയും ഒരു ഓഫ് റോഡ് BMW ആണത്. ഞാൻ പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ റൂമിൽ സാറൊക്കെ വരുമെന്ന് അറിയില്ല. ആ ബ്രോ വന്നിട്ടുണ്ട്. ബ്രോൻ്റെ മറ്റേ ബ്രോ പോയല്ലേ? ആ ബ്രോ പോയില്ല ഗൈസ്. അപ്പോൾ ബ്രോ കൊള്ളാമോന്ന് ചോദിച്ചിട്ടുണ്ട്, നോക്കിയോ ഗൈസ്. ഓ ഗൈസ് സൂപ്പർ സ്ക്വിഡ് ഗെയിമിൻ്റെ വർക്ക് ചെയ്ത കാറാണ് സൂപ്പർ സാധനം ഗൈസ്. ബ്രോ ഒറ്റയ്ക്ക് ചെയ്ത വണ്ടിയാണ്, കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടമായി. ഞാൻ അടിപൊളി കാറെന്ന് പറഞ്ഞപ്പോൾ ബ്രോനോട് ചോദിച്ചു നോക്കാം. ബ്രോ വരുന്നു. ഞാൻ ബ്രോനോട് ചോദിച്ചിട്ടുണ്ട്. ബ്രോ 2 മില്യൺ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. 20 ലക്ഷമോ? ബ്രോ എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ഫ്രണ്ട് റിക്വസ്റ്റ് ഫ്രണ്ട് ഞാൻ വിചാരിച്ച് ആ ബ്രോ വരുന്നുണ്ട്. അയ്യോ ഹോൾ ബ്രോ ഞാൻ എന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സ്ഥലം പിടിക്കണം ഫസ്റ്റിന്. ഓഫ് റോഡ് പോകാൻ പറ്റിയൊരു സ്ഥലം ഇവിടെ തന്നെ ഒരു അടിപൊളി സ്ഥലമുണ്ട്. അപ്പോൾ ഈ സ്ഥലം എവിടെയാന്ന് പറഞ്ഞുതരാം നമുക്ക് ഫസ്റ്റിന് ഇവിടേക്ക് ടെമ്പിളിൻ്റെ വഴി അങ്ങോട്ട് കയറണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ എൻ്റെ മറ്റേ ഈ വീടില്ലേ, ഐസ്ലാൻഡത്തെ വീടില്ലേ, അവിടെ നിന്നാണ് നമ്മൾ വന്നത്. രണ്ടാളും മെസ്സേജ് അയക്കുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേ വരെ വന്നേക്കുന്നത്. ഇപ്പോൾ ബ്രോ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബ്രോ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. ധാരാളം കേസ് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കയറിയും കൊണ്ട് നിൽക്കുകയാണ്. അതാണ് വേറൊരു. ബ്രോ വീണ്ടും വന്ന് പേര് എക്സ്ചേഞ്ച് ഓഫർ ആക്കി. ബ്രോനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു കേസ്. ഇവനെ ബ്രോ നിൽക്കാൻ വരുന്നുണ്ട് കൂടെ. അപ്പോൾ ആ ബ്രോ ഞാൻ ഇപ്പോൾ കാണിച്ചതല്ലേ ഈ ബ്രോ ഈ വണ്ടി എല്ലാത്തിനും കൂടെ എക്സ്ചേഞ്ച് അടിപ്പിക്കും. പിന്നെ ഇങ്ങനെ വെറുപ്പിക്കുക. ഈ ബ്രോനെ ആർക്കെങ്കിലും അറിയാം കമൻറ്റ് ചെയ്യും. ബ്രോ ഈ വണ്ടി കൊണ്ടിട്ട്
എന്നോട് ഈ വണ്ടി എത്ര എടുക്കാൻ പറഞ്ഞറിയ ബ്രോ. ഞാനാണ് നമ്മളെ മരുഭൂമിയിലെ രാജാവായിട്ട് വന്നേക്കുന്നത്. ബ്രോ എനിക്ക് ക്യാഷേ ഉള്ളൂ. ഞാൻ എന്നാൽ താന്ന് പറഞ്ഞിട്ടുണ്ട്. തമാശക്ക് പറഞ്ഞാണ് സീരിയസ് ആയിട്ട് പറയല്ലേ. സിമോനോട് ഞാൻ ഒരു വട്ടം പറഞ്ഞതാണ് ഇല്ലാന്ന്. പക്ഷേ നമുക്ക് ഇനി എന്ന് പറയാം. ആണ്ടേ ഇല്ലാന്ന് പറയാം. എന്തിനാ കളവൊക്കെ പറയുന്നത്? ഗൈസ് ആ ബ്രോ എപ്പം വരും? ഓ ടീം സ്കാരി. ഓ ഗൈസ് ബ്രോയി LC എടുത്തിട്ടാ വന്നേ. ഗൈസ് ഞാനും പോവാന്ന് വെച്ചിട്ടുണ്ട്. ഓ ഗൈസ് ഏതാ ഗൈസ് സാധനം? ബ്രോ യൂട്യൂബറാണോ? ടീം സ്കാരി CPM സബ്സ്ക്രൈബ് ഓൾ. അപ്പോൾ ഗൈസ് ബ്രോനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നുണ്ടെങ്കിൽ. ഗൈസ് ഇപ്പം തന്നെ ടൈം ലിമിറ്റ് കൂടി. നമുക്ക് നേരെ പോവാം. ഗൈസ് ഞാൻ നേരെ പറയുന്നുണ്ട് ഫോളോ ആക്കാൻ. ഗൈസ് പിന്നെ നമ്മളെ LC ചെറുക്കാൻ സ്റ്റോക്കാണ്. ഞാനത് കൊണ്ടു നിൽക്കുന്നത് തന്നെ ഗൈസ് ഈ വണ്ടിയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഗൈസ് അവരൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. അവരും മുന്നേ വേണ്ട ഗൈസ്. എനിക്കല്ലേ വഴി അറിയുള്ളൂ. എനിക്ക് വഴി മാറിയുണ്ട്. അവരൊക്കെ മിററിലൂടെ കാണുന്നുണ്ട് തോന്നുന്നു. അല്ലോ ഗൈസ് എന്നെ കൊന്ന്. ഇല്ല ഗൈസ് എന്നെ കൊന്നില്ല. പക്ഷെ ഈ ഒരു വ്യൂ. ഓ ബ്രോ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ് നമുക്ക് നേരെ അങ്ങ് കയറി പോവാം ഗൈസ്. അവർ വരുന്നുണ്ടെന്നുള്ള പ്രതീക്ഷ. അയ്യോ ഗൈസ് ആ ബ്രോ പോയിട്ട്. സ്കാരി ബ്രോ അല്ല, മറ്റേ ബ്രോ ഗൈസ്. ഏത് ആ എക്സ്ചേഞ്ച് ഓഫർ അടിക്കുന്ന ആ ബ്രോ പോയിട്ടുണ്ട്. അയ്യോ ഗൈസ് ഈ വണ്ടി എടുത്തിട്ട് കുറേ നാളായി. അതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ കാണാം തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഓടിക്കാനുള്ള പ്രശ്നമാണ്, അല്ലാണ്ട് വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് ടൊയോട്ടയാണ്. പിന്നെ വണ്ടിക്ക് വളയ്ക്കാൻ ചെറിയൊരു സീനുണ്ട്. ഇത് പണ്ട് കാലേസ് ഈ വണ്ടി ഓൾറെഡി പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നതിന് ഞാൻ കൈസ് ഇന്ന് എന്താ ഓരോരോ പ്രാന്തിനായിട്ട് കൈസ് ഞാൻ ഈ വണ്ടി കഴുകി. സത്യം പറഞ്ഞ വീണ്ടും ഈ വണ്ടി കഴുകാനുള്ളതാണ്. സോലൊക്കെ എൻ്റെ ബാക്കിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓ വരുന്നുണ്ട് അല്ലോ അത് കണ്ടാ. ഓ അവിടുത്തതൊക്കെ പൊളിച്ചിട്ടുണ്ടാവും. മച്ചാനെ വഴി മാറി മച്ചാൻ. നമുക്ക് വീലിട്ട് പോവാം. മച്ചാനെ വഴി മാറി. ഓ ഗൈസ് ഈ വണ്ടിക്ക് നല്ല ബോഡി റോളുണ്ട്. വഴി മാറി മച്ചാന്മാരെ. സവല് വരട്ടെ, ഒന്ന് വെയിറ്റ് ആക്ക്. റിവേഴ്സ് എടുത്ത് വരുന്നുണ്ട്. ഓക്കെ ഈ ലൈറ്റിൻ്റെ മോഡങ്ങ് മാറ്റും. ഈ മോഡ് വേണ്ട. ഇത് ലൈസ് ഇതെന്താണ് ഇങ്ങനെ? ഇതല്ലേ വേറെ മോഡ്? ഇതന്നെ. ഓ ബ്രോ വരുന്ന ഏതാണ് LC പഴയ LC ലുക്ക്. നമുക്ക് മല കയറാൻ തുടങ്ങാം. ഓക്കെ വണ്ടി കയറും എന്നുള്ള പ്രതീക്ഷ. ഫസ്റ്റ് തന്നെ പ്രതീക്ഷ പോയി. ആ ബ്രോ പോയാണ്ടോ? സ്കാരി ബ്രോ എമ്മാരി പോക്കാ പോയ. ടൊയോട്ടൻ്റെ മാനം കളയരുത്. അയ്യോ ആ ബ്രോൻ്റെ ഒക്കെ എഞ്ചിൻ കയറ്റിയ വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മളത് കയറുന്നില്ല. ഓ ഗൈസ് നമുക്ക് ഒന്നും കൂടി കാല് കൊടുക്കാം. ഗായ്സ് വണ്ടി കയറുന്നില്ല. വണ്ടി കയറുന്നില്ല. വണ്ടി നിരങ്ങി പോണു ഗൈസ്. ഞാൻ ഓടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കൊടുക്ക. LC കയറുന്നില്ല ഗൈസ്. നമുക്ക് ഓൾഡ് LCയിലേക്ക് കണ്ട് കയറാം. മറ്റേ ബ്രോ ഇതാരാ? വേറെ ആരോ വന്ന്. ഇതൊക്കെ ആരാണ് ഗൈസ്? നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഗൈസ് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഗൈസ് ഞാൻ റൂം ഇടുമ്പോൾ ഗൈസ് കുറേ ആൾക്കാർ കയറുന്നുണ്ട്. ഒരുപാട് സന്തോഷം ഗൈസ്. പിന്നെ സാധാരണ ഞാൻ റൂം ഇടുമ്പോൾ ഒരൊറ്റ മനുഷ്യക്കുട്ടി കയറല്ലേ. ഓ ഗൈസ് എന്തല്ല പവർ ഉണ്ട് ഗൈസ്. ഇത് ഇൻ്റർവ്യൂ ഇടണ്ട.
ഞാൻ ഓടിക്കുമ്പോൾ തന്നെയാണ് AC വണ്ടി ഒന്നും കയറാത്തത്. ഓക്കെ സാർ ബ്രോ ബാക്ക് നിന്ന് എടുക്കുകയാണ്. അപ്പോൾ നമുക്കും അങ്ങനെ എടുത്തിട്ട് കയറ്റാം. നമുക്ക് ഈ LC പജേറോ ആക്കണം. പജേറോ എല്ലാവരും ആക്കുന്നതുകൊണ്ടാണ് ഞാൻ ആക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ഇതും കയറുന്നില്ല. വല്ല പറയില്ല, എനിക്കൊന്നും പറയാനില്ല. വണ്ടിയുടെ ബാക്ക് ഞാൻ പൊളിച്ച്. ഈ വണ്ടി ഇവിടുന്ന് തന്നെ അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ എങ്ങനെ കയറാനാണ് ഞാനിപ്പോൾ എന്താ പറയുക ബ്രോനോട്? ബ്രോ വണ്ടി കയറുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഈ വണ്ടി ഫുള്ള് ചളിയായാലും ഈ വണ്ടി കയറൂല. വണ്ടി ഓൾ വീൽ ഡ്രൈവിലാണോ കിടക്കുന്നത്? ഓ ഗൈസ് വെറുതെ അല്ലേ വണ്ടി റിയൽ വീൽ ഡ്രൈവിലാണ് കിടക്കുന്നത്. ഓ ഫോർ വീൽ ഡ്രൈവിലൊക്കെ കിട്ടപ്പോൾ വണ്ടി പവർ ഉണ്ടോ? അയ്യോ വെറുതല്ല. നമ്മളങ്ങ് ഇവിടെ എത്തി. ഓലൊക്കെ പോയി. നമുക്ക് ഇനി നമ്മളെ വണ്ടീനെ എടുക്കാം. LC അപ്പുറത്തെ അവിടെ ഉണ്ട്. ഓ ഗൈസ് മച്ചാൻ ഇതാ വരുന്ന. ഞാൻ നല്ല രീതിക്ക് ഹോണൊക്കെ അടിക്കുന്നുണ്ട്. മച്ചാനെ പോലെ. അയ്യോ ബ്രോ പോലെന്ന് പറയാ. ഇവിടെ വണ്ടി നിർത്തിയിട്ടാ. ഓ ബ്രോ തിരിച്ചു പോണോ? ഞാനവിടെ പോലെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡ്രോൺ ഇട്ടോ കേസ് അവര് വരുന്ന. നമ്മളെ LC അവിടെ. വേർ ഇസ് മൈ LC കേസ്? എൻ്റെ LC അവിടെ മാപ്പിൽ എവിടെയോ ഒന്ന് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ കാണുന്നില്ല ഇവിടെ എവിടെയും. എവിടെ എൻ്റെ LC? വേർ ഇസ് മൈ LC കേസ്? സീരിയസ്ലി കേസ് എവിടെ LC? ഓ എൻ്റെ വണ്ടി കയറുന്നില്ല പറഞ്ഞിട്ടുണ്ടേ. ഞാൻ എടുക്കാം. പൈസ എൻ്റെ വണ്ടി കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേ. ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൈസ് ഇവൻ്റെ വണ്ടിയിലാണ് വരുന്നത്. ഒരുമാതിരി ഗൊമ്മലായല്ലോ കേസ്. ഗുലുമാൽ ഗൈസ് വേറെ ഏതെങ്കിലും വണ്ടി എടുത്ത് വന്നാൽ മതിയായിരുന്നു. സ്റ്റോക്ക് എൻജിനും കൂടി ആയതുകൊണ്ടാണ് എൻ്റെ വണ്ടി കയറുന്നില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഓഫ് റോഡ് സ്പെക്കുള്ള വണ്ടി അങ്ങോട്ട് ഇറക്കണം. അവലൊക്കെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വണ്ടി കയറാനുള്ള പ്രശ്നമാണ്. നമുക്ക് വേറെ ഏതോ ബൈക്ക് കൂടെ കയറ്റി നോക്കാം. സോൾബ്രോ ഒക്കെ പോയി ഗൈസ്. സാധനം ഞാൻ ഇവനായിപ്പോയി ഗൈസ്. ഒരു വല്ലാത്തൊരു ഓഫ് റോഡിങ് വീഡിയോ ആയിപ്പോയി. ഇപ്പോൾ ഗൈസ് ഇതെന്താണ് കിളി പോയ മാതിരി. ഓ ഗൈസ് ഈ ബ്രോ ഡോഡ്ജിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഗൈസ് ഈ ബ്രോൻ്റെ വണ്ടി ഒന്നും കയറില്ല. നമ്മളെ തന്നെ കയറുന്നില്ലേ ഗൈസ്? LC ലാസ്റ്റ് LC ഗൈസ്. ഞാൻ LCനെ കൊണ്ട് നോക്കാം ഗൈസ്. പറപ്പിച്ച് കയറ്റാ. LC കയ്യും. ഓ കയ്യും. അയ്യോ പിന്നെ ഒന്നും കഴിയൂല ബ്രോ. ഡെസേർട്ട് പോവാ പറഞ്ഞിട്ടുണ്ട്. പറയാം. ഇപ്പോൾ ഈ സമയമില്ല എന്ന് ഞാൻ പറഞ്ഞു കേസ്. ആക്ച്വലി സമയമില്ലാത്ത പ്രശ്നമുണ്ട്. കാരണം ഈ വീഡിയോ ഇനി എത്ര ലെങ്ത് ആവും കേസ്, അതാണ് പ്രശ്നം. ഓഫ് റോഡ് കേസ് സത്യം പറഞ്ഞാൽ മൂഞ്ചിപ്പോയി കേസ്. ഒരു മൂഞ്ചൽ ഓഫ് റോഡിങ് വീഡിയോ ആയിപ്പോയി കേസ്. ഇത് വണ്ടി കയറുന്നുമില്ല, എല്ലാവരും പോകുന്നുണ്ട്. കേസ് നമുക്ക് പറയാം. കേസ് ഞാൻ റിപ്പയർ പോവാ പറഞ്ഞിട്ടുണ്ട് ബ്രോനോട്. കേസ് ഇമാതിരി മൂഞ്ചൽ വേറെ എവിടെ കിട്ടാണ് കേസ്? ഈ വണ്ടിയും കൊണ്ടിട്ട് അയ്യോ ഞാൻ റിപ്പയർ വിടാം കേസ്, അല്ലെങ്കിൽ നടക്കില്ല കേസ്. അപ്പോൾ കേസ് നമുക്ക് വേറൊരു അടിപൊളി വണ്ടി ആയിട്ട് കേസ് ഒരു ദിവസം അടിപൊളി ഓഫ് റോഡിങ് ഇറങ്ങാം. പേടിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല കേസ്. ഇത് ഈ വണ്ടി ആയിപ്പോയി, അതുകൊണ്ടുള്ള പ്രശ്നം. സ്റ്റോക്ക് എൻജിനും കൂടി അയ്യോ കേസ് ഇതെന്താണിത്?
ഇത് കിളി പോയ കളിയാണ് കേസ് കളിക്കുന്നത്. കണ്ടാ ഹൈപ്പർ ആക്റ്റീവ് മോഡ് ടേൺ ഓൺ ആക്കിയതാണ് ഈ കാണുന്നത് നിങ്ങൾ. ഫസ്റ്റിനെ CW പോയി കാറൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം കേസ്. ഒരു മൂഞ്ചൽ ഓഫ് റോഡിങ് ആയിപ്പോയി കേസ്, മൂഞ്ചിക്കൽ ഓഫ് റോഡ് കേസ്. ഇനി മേലല്ല ഈ പരിപാടിക്ക് കേസ് ഞാൻ ഇറങ്ങൂല, എന്നൊന്നും പറയില്ല കേസ്. ഒരു കമ്പാക്ക് ഉണ്ട് ഓഫ് റോഡിങ്ങിൻ്റെ. അപ്പോൾ കേസ് നമ്മളൊരു ഓഫ് റോഡിങ് വീഡിയോൻ്റെ കമ്മി ഒന്നുമില്ല കേസ്, ഒന്നും പറയില്ല കേസ്. ഓഫ് റോഡിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ വണ്ടി ഇത് എന്താ പറയുന്നത് നമ്മളോടല്ല. ഈ വണ്ടി കയറൂല കേസ്. അത് എന്നെയും പണ്ട് കാര്യമില്ല, അവനെയും പണ്ട് കാര്യമില്ല, ഈ വണ്ടീനെ മാത്രം പറഞ്ഞാൽ മതി. ഒന്നാമത്തെ കേസ് ഈ വണ്ടി അങ്ങനെ സ്റ്റോക്ക് സാധനമാണ് കേസ്. ഞാൻ ഇറക്കി സ്റ്റോക്ക് പറഞ്ഞാൽ ഒരു സാധനം വണ്ടിക്കല്ലോ ബ്രോ. റിപ്പയർ എത്തിയ ഞാൻ CW ഇങ്ങനെ പറന്നു പോകും. പക്ഷേ ഈ വണ്ടി ഒരു ലുക്ക് ഉണ്ടല്ലോ കേസ്. ഒരു ദിവസം കേസ് ഇവനെ ഡെസേർട്ടിലിട്ടിട്ട് ഇവൻ്റെ പവർ ഒന്ന് കാണിക്കണേ. ഡെസേർട്ടിലിട്ടിട്ടാണ് ഇവനെ കേസ് ഇവൻ്റെ യഥാർത്ഥ പവർ കേസ് ഡെസേർട്ട് അയ്യോ ഈ വണ്ടി ചത്ത് കേസ്. ഒന്നേ പറയാനുള്ളൂ, വണ്ടി ചത്ത് കേസ്, അതേ പറയാനുള്ളൂ. നമുക്ക് കേസ് നേരെ റിപ്പയറിലേക്ക് പോവാം. അതിൻ്റെ ഇടക്ക് കേസ് ബാറ്ററി ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ കര ഗൂഗിൾ പേ അയക്കുന്നുണ്ട്, ഒന്നും പറയാനില്ല കേസ്. കേസ് ഇനി നേരെ തമ്പുനയിലും എടുത്തങ്ങ് പോവാം ബ്രോ. നമ്മളെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ആക്കട്ടെ കേസ്. ഒക്കെപ്പാടൊരു വല്ലാത്തൊരു ഓഫ് റോഡിങ് വീഡിയോ ആയിപ്പോയി. അപ്പോൾ കേസ് ബൈ.